ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ നിന്നാണ്. ദ ബുക്ക് ഓഫ് ആമോസ്, ചാപ്റ്റർ 1 വേഴ്സസ് 1 and 2. തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാശിന്റെ മകനായ യൊരോബെയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന് 2 സംവത്സരം മുൻപേ ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങൾ. അവൻ പറഞ്ഞതോ, യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരുശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. അപ്പോൾ ഇടയന്മാരുടെ മേച്ചൽപ്പുറങ്ങൾ ദുഃഖിക്കും, കർമ്മേലിന്റെ കൊടുമുടി വാടിപ്പോകും. ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ നിന്ന് ഞാൻ പല ആവർത്തി സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അധികം പശ്ചാത്തലം ഞാൻ പറയാതെ തന്നെ സന്ദേശത്തിലേക്ക് കടന്നു വരാനാണ് താല്പര്യപ്പെടുന്നതെങ്കിലും ഇന്നിപ്പം വായിച്ചിരിക്കുന്ന വാക്യം 1-ാം അധ്യായം അല്ല 2-3 അധ്യായങ്ങളിൽ ചില ഡീറ്റെയിലുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ചില ഡീറ്റെയിലുകൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വായിച്ച 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഈ പുസ്തകത്തെ പറ്റി ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ആരാണ് ഈ പ്രവാചകനെന്ന് 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകന്റെ നാട് എവിടാണ്? തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ്. നേരത്തെ നാം പറഞ്ഞ കാര്യമാണ്. ആമോസ് ആരായിരുന്നു? ഇടയനായിരുന്നു. അപ്പൊ ഈ പ്രവചനം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒരു സാധാരണക്കാരനെ ദൈവം എന്തിനു ഉപയോഗിക്കുക? പ്രവാചക ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുകയാണ്. അതവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇതാരോടാണ് പ്രവചിക്കുന്നത്? പ്രവചിക്കുന്നത് ആരോടാണ്? അവിടെ എഴുതിയിട്ടുണ്ട്, ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങൾ. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 ഗോത്രം അടങ്ങിയിരുന്ന രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ട് 10 ഗോത്രം അടങ്ങുന്ന നോർത്തേൺ കിങ്ഡത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇസ്രായേൽ. 2 ഗോത്രമുള്ള രാജ്യത്തെ യഹൂദ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പൊ ഇവിടെ ഈ പ്രവാചകൻ യഹൂദയിൽ നിന്ന് എവിടെ പോയി പ്രസംഗിക്കുക? ഉദാഹരണം പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മുടെ ചില ദേവദാസന്മാരൊക്കെ വിദേശത്ത് ശുശ്രൂഷയ്ക്ക് പോകുന്നവരില്ലേ? ഒരു ഫോറിൻ മിഷണറി ആയിട്ടാണ് ആര് പോയത്? ആമോസ് പോയത്. അപ്പം യഹൂദയിൽ നിന്ന് താൻ ഇസ്രായേലിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോവുക. രാജാക്കന്മാരുടെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിടുക. എന്നിട്ട് ഈ പുസ്തകത്തിന്റെ, ഈ ആമോസിന്റെ പ്രവചന പുസ്തകത്തിന്റെ തന്നെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാക്യമാണ് 2-ാമത്തെ വാക്യം. അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ പ്രാരംഭമായിട്ട് ഞാൻ ക്ഷണിക്കുന്നത്. നോക്കണമേ, 2-ാമത്തെ വാക്യം. ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? അവൻ പറഞ്ഞതോ, യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരുശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. അപ്പോൾ ഇടയന്മാരുടെ മേച്ചിൽപ്പുറങ്ങൾ ദുഃഖിക്കും, കർമ്മേലിന്റെ കൊടുമുടി വാടിപ്പോകും. എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ പ്രവാചകൻ പ്രവചിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ കാണും. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പ്രവചനത്തിന്റെ ടോൺ നമുക്ക് എവിടെ അറിയാം? ഈ വാക്യത്തിൽ അറിയാം. 2 വാക്കുകളാണ് അവിടെ ഉള്ളത്. ഒന്ന് എന്തുവാണ്? ഗർജിക്കുന്നു എന്നുള്ള വാക്ക് കണ്ടോ? സിയോനിൽ നിന്ന് ഗർജിക്കുന്നു. ഏത് മൃഗമാ ഗർജിക്കുന്നത്? സിംഹമാണ് ഗർജിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രവാചകൻ ദൈവശബ്ദത്തെ എന്തിനോട് ഉപമിക്കുക? സിംഹത്തിന്റെ ഗർജനത്തോട്. എന്തിനാ ഗർജിക്കുന്ന? ഇരയെ കാണുമ്പോൾ ഇര തേടി പുറപ്പെട്ടു പോകുന്ന സിംഹത്തിന്റെ ഗർജനം പോലെയാണ് ഏത് പ്രവചനം? ആമോസിന്റെ. അവിടെ തീരുന്നില്ല. ആ വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന മറ്റേ ഭാഗമുണ്ട്, യെരുശലേമിൽ നിന്ന് തന്റെ നാദം. മലയാളത്തിൽ നാദം എന്നുള്ള വാക്കാ, പക്ഷെ ഇംഗ്ലീഷിൽ നാദം അല്ല. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർ കണ്ടു കാണും, തണ്ടർ എന്നുള്ള വാക്കാ. അപ്പം ഇടിമുഴക്കവുമുണ്ട്, മറ്റേതെന്തുവാ? ഗർജനമുണ്ട്. എങ്ങനെയുണ്ട് ആമോസിന്റെ പുസ്തകം? ഗർജനമുണ്ട്, ഇടിമുഴക്കമുണ്ട്. ഇടിമുഴക്കം എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും അനുഗ്രഹത്തിന്റെ, മഴയുടെ, നന്മയുടെ ഓർക്കും. ആ തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ട് പ്രവാചകൻ അടുത്ത വാക്യത്തിൽ തന്നെ പറയുന്നത് എന്തുവാണ്? കർമ്മേലിന്റെ മുകളിലുള്ള പച്ചപ്പ് വരെ, അതായത് വളരെ സമൃദ്ധിയായിട്ട് പച്ചപ്പൊക്കെ പിടിച്ച് സമൃദ്ധി കാണിക്കുന്ന കർമ്മേലിന്റെ മുകളിലുള്ള പ്രോസ്പെരിറ്റി വരെ എന്തോ ആകും? വാടിപ്പോ. അതേപോലത്തെ ഗർജനമാണ് എവിടെ നിന്ന്?
ഈ പ്രവചന പുസ്തകത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ശക്തമായിട്ട് പറയാ, യഹോവ ഒരു സിംഹം ഇരയെ കണ്ട് ഗർജിച്ചുകൊണ്ട് അതിന്റെ പുറകെ പോകുന്നത് പോലെ സർവശക്തൻ ഗർജിച്ചുകൊണ്ട് തൻ്റെ ജനത്തിനെതിരെ തിരിയാന്ന ഈ പ്രവചന പുസ്തകത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ കാണേണ്ടത്. അതോടൊപ്പം തന്നെ 2 സ്ഥലങ്ങളുടെ പേര് ആ അധ്യായത്തിൽ, ആ വാക്യത്തിലുണ്ട്. സിയോൻ, ജെറുസലേം. എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ ചിന്തിച്ച ഭാഗങ്ങളായതുകൊണ്ട് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ പറയാതെ തന്നെ പറയാം. ഇസ്രായേലിൽ 10 ഗോത്രം അടങ്ങുന്ന നോർത്തേൺ കിങ്ഡം, ഇവര് യെരൂശലേമിൽ, അതായത് ദൈവം നിയമിച്ച ആരാധന സ്ഥലത്ത് പോകാതെ ഇവര് തന്നെ ചില ശ്രൈനുകൾ, അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. അത് മറ്റുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ബേതേല്, ഗിൽഗാല്, ബേർഷേബ, ഇങ്ങനെ പല സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് ഇവരെവിടെ പോവാ, അവിടാണ് ആരാധിക്കാൻ പോകുന്നത്. പക്ഷെ പ്രവാചകൻ പറയാ, ഈ ഗർജനവും ഇടിമുഴക്കവും വരുന്നത് യെരൂശലേമിൽ നിന്നാ. ദൈവം പറഞ്ഞ ദൈവത്തിന്റെ സ്ഥലത്ത് നിന്ന് ദൈവം സംസാരിക്കുന്നു എന്ന് പറയാ. ഇവിടെ പ്രാരംഭമായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, ദ റോൾ ഓഫ് ദ പ്രോഫറ്റ്. പ്രവാചകന്റെ ദൗത്യം ഒന്ന് ശ്രദ്ധിച്ചേ. പ്രവാചകനോട്, നമ്മൾ ആമോസിനോട് ചോദിക്കുക, ആമോസ് പ്രവാചകനെ കാണുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് ചോദിക്കുക, വൈ ആർ യു പ്രൊഫസൈങ്? എന്തുകൊണ്ടാണ് താങ്കൾ പ്രവചിക്കുന്നത്? 7-ാം അധ്യായം നമ്മൾ ഓൾറെഡി ചിന്തിച്ചാണ്. ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനായി നടന്ന ഞാൻ, കാട്ടത്തിപ്പഴം പറകിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ആരായി? പ്രവാചകനായി. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് താൻ പ്രവചിച്ചേ? കാരണം ഞാൻ പറയട്ടെ, ബിക്കോസ് ഹി ഹേർഡ് ദ ലയൺ റോറിങ്. താൻ ഒരു ദൈവ ശബ്ദം കേട്ടു. സിംഹത്തിന്റെ ഗർജനം ആര് കേട്ടു? പ്രവാചകൻ കേട്ടു. ഒരു വാക്യം കൂടെ അതിനോട് ചേർത്ത് വെച്ച് വായിക്കാം. 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് നോക്കിക്കേ. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും? കണ്ടോ, സിംഹം ഗർജിച്ചിരിക്കുന്നു. ഇപ്പൊ എന്തോ ചെയ്യാൻ പറ്റത്തില്ല. ദൈവം സംസാരിച്ചത് കൊണ്ട് എനിക്ക് പ്രവചിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് താൻ പറയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രവചനത്തെ വചന ശുശ്രൂഷയോടൊന്ന് കമ്പയർ ചെയ്യാം. നിങ്ങൾ എന്നോട് യോജിക്കുമോ? ന്യൂ ലൈഫിലുള്ളവർ യോജിക്കുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പ്രവാചകൻ എന്തുവാ ചെയ്യുന്നത്? ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ആലോചന ജനത്തോട് അറിയിക്കുക. പ്രസംഗിക്കാൻ നിൽക്കുന്ന ആളോ? പ്രസംഗിക്കാൻ നിൽക്കുന്ന whoever is the preacher is doing the same thing. ദൈവത്തിന്റെ ആലോചന ജനത്തോട് അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ 2 നിലയിൽ അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന്, ഒരു വചന ശുശ്രൂഷ കേൾക്കാനിരിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താവണം? അയ്യോ, ആരാ ഇന്ന് എബിപാസ്റ്ററോ അല്ലെങ്കിൽ ടോംസോ ആൽവിയോ അല്ല, ഇതിന്റെ പുറകിൽ ആര് സംസാരിച്ചിട്ടുണ്ട്? ദൈവത്തിന്റെ എന്ന് പറഞ്ഞാൽ ദ വേർഡ് ഓഫ് ദ പ്രോഫറ്റ്, പ്രവാചകന്റെ വാക്കുകൾ സിംഹത്തിന്റെ ഗർജനമായിരുന്നു. യഹോവയുടെ ശബ്ദമാണ് പ്രവാചകൻ പറഞ്ഞത്. പ്രസംഗിക്കാൻ ആര് നിന്നാലും പ്രസംഗി പറയുന്ന ദൈവവചനത്തിൽ അതിൻ്റെ പുറകിലുള്ള ദൈവ ശബ്ദത്തെ നമ്മൾ മിസ് ചെയ്യരുത്. കേൾക്കുന്നുണ്ടോ ദൈവശബ്ദം? 1 മണിക്കൂറത്തെ പ്രസംഗം ഇപ്പോൾ കഴിയും, പക്ഷെങ്കിൽ ദൈവശബ്ദം മിസ്സായി പോയാൽ, നിങ്ങളോട് ഇന്ന് രാത്രി ദൈവത്തിന് ചിലത് പറയാനുണ്ട്, അത് നമ്മൾ കേൾക്കാതെ പോയാൽ, കാരണം നമ്മുടെ ഉള്ളിൽ ആ ഒരു ഗൗരവമില്ല. ആവർത്തിച്ച് കർത്താവിൻ്റെ ദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്, when the Bible speaks, God is speaking. ആ ഒരു റെവറൻസ് ഉണ്ടോ? ആ ഒരു ആദരവുണ്ടോ? വചന ശുശ്രൂഷയെ ഇന്ന് വേണ്ടെന്നും. കഴിഞ്ഞ ദിവസം ഒരിടത്ത് മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവിടെ സദസ്സ് വന്നിരിക്കുന്ന എല്ലാവരെയും നിർത്തിക്കൊണ്ട്, ഞാനാണ് പ്രസംഗിക്കാൻ ചെന്നേക്കുന്നത്, എന്നെ ഇരുത്തിക്കൊണ്ട് വന്ന ജനത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് ലീഡ് ചെയ്യുന്ന ചെയർമാൻ ചോദിക്കുക, നിങ്ങൾക്ക് എത്ര നേരം പ്രസംഗം കേൾക്കണം? 2 മണിക്കൂർ കൊടുക്കട്ടെ. പറഞ്ഞു 2 മണിക്കൂറൊന്നും വേണ്ട. പറഞ്ഞു അവസാനം എനിക്കൊരു 40 മിനിറ്റ്.
2 സെഷനായിട്ട് 40 1.5 മണിക്കൂർ എനിക്ക് പ്രശ്നമില്ല. പക്ഷെങ്കിൽ ഇന്നിപ്പോ അങ്ങനെ, കാരണം ദേ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് ജസ്റ്റ് ടു ഫിൽ ദ ടൈം എന്ന് പറഞ്ഞ പാട്ട് കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞ് 8:30 വരെ യോഗം പോകാൻ വേണ്ടി വചന ശുശ്രൂഷ തിരികെ കയറ്റുമല്ല. ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ ആലോചനയുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ ഗൗരവത്തിൽ വേണം നമ്മൾ ദൈവത്തിന്റെ വചന ശുശ്രൂഷയിലേക്ക് അടുത്ത് വരാൻ. അത് പറയുമ്പോൾ തന്നെ എന്നോട് ദൈവാത്മാവ് ഇടപെട്ട കാര്യങ്ങൾ കൂടെ ഞാൻ പറയാതെ പോയാൽ ശരിയല്ല. യു ആസ്ക് ദ പ്രോഫറ്റ്, പ്രവാചകനോട് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രവാചകൻ പറയും, ഐ വാസ് നോട്ട് സപ്പോസ് ടു ബി എ പ്രോഫറ്റ്. ഞാനൊരു പ്രവാചകനാകേണ്ട ആളല്ല. കാരണം ഞാൻ ആരാ? ഇടയനാ. അല്ല, ഈ സാധാരണ ഒരു സെക്യുലർ ആയിട്ട് ഒരു ഇടയനായിട്ട് നടന്ന ആളെ ഒരു പ്രവാചകനാക്കിയത് എന്താ? ഈ സിംഹത്തിന്റെ ഗർജനമല്ലേ, ദ വോയിസ് ഓഫ് ദ ലോർഡ്. താൻ കേട്ടൊരു ദൈവ ശബ്ദം തൻ്റെ ശുശ്രൂഷയുടെ മേഖലയെ മാറ്റുക. ഇടയനായിട്ട് കാട്ടത്തി പഴം പറകിക്കൊണ്ടിരുന്ന ആൾ ഇപ്പം മറ്റൊരു രാജ്യത്തിൽ ദേശത്തിനെതിരെ ശക്തമായ ന്യായവിധി പ്രവചിക്കുക. എന്തോ കേട്ടായിരുന്നോ? ദൈവശബ്ദം. എന്നോട് ദൈവാത്മാവ് ഇതിൽ നിന്ന് പറഞ്ഞ എന്താണെന്നറിയോ? വാട്ട് ഷുഡ് ബി ദി ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ എവ്രി പ്രീച്ചർ ഇൻ എവ്രി സർമൺ. ഓരോ തവണ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴും എന്നെ മുന്നോട്ട് നയിക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ പ്രസംഗത്തെ പ്രസംഗിക്കാൻ എനിക്ക് നിയോഗം നൽകേണ്ടത്, ഐ മസ്റ്റ് സ്പീക്ക് ബിക്കോസ് ദ ലോർഡ് ഹാസ് സ്പോക്കൺ. കർത്താവ് എന്നോട് പറഞ്ഞത് കൊണ്ടാകണം ഞാൻ ഇന്ന് ഇതിവിടെ പ്രസംഗിക്കേണ്ടത്. ഐ മസ്റ്റ് പ്രീച്ച് ബിക്കോസ് ഐ ഹേർഡ് ദ റോറിംഗ് ഓഫ് എ ലയൺ. അങ്ങനെ ദൈവശബ്ദം കേട്ടിട്ട് വേണം നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കാൻ. അങ്ങനെയാണെങ്കിൽ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ മേൽ, വചന ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന ഞങ്ങളുടെ മേൽ ഒരു ദൗത്യമുണ്ട്. ദൈവവചനത്തിന്റെ മുൻപാകെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് വേണം ജനത്തോട് പറയാൻ. ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പേ എൻ്റെ പ്രാർത്ഥന അത് തന്നെയായിരുന്നു. എന്തുവാണെന്നറിയാമോ? ലോർഡ്, ദൈവമേ, അങ്ങയുടെ ജനം അങ്ങയുടെ ശബ്ദം കേൾക്കേണ്ടതിന് എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. സാധാരണക്കാരെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ വ്യക്തമായിട്ട് പറയാം, യു മേ ബി എ കോമൺ മാൻ, സാധാരണയാളാ, പക്ഷെ നിങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവ ശബ്ദമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ ആലോചന കേട്ടാൽ അത് നിങ്ങളുടെ കരിയറിനെ അങ്ങ് മാറ്റുന്നേ. യു വിൽ റൈസ് അപ്പ് ടു ദ കോളിംഗ് ഓഫ് ഗോഡ്. ദൈവം ആഗ്രഹിക്കുന്നതിലേക്ക് നിങ്ങൾ ഉയർന്നു വരും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ? Preachers who listen to God in private will be most effective in their public word ministry. രഹസ്യത്തിൽ ദൈവശബ്ദം കേൾക്കുന്നവരാണ് പരസ്യത്തിൽ ശക്തമായി ദൈവത്തിന്റെ ആലോചന പറയാൻ കഴിയുന്നത്. ദൈവസഭ ദൈവത്തെ സ്തുതിക്കണം. എന്തിനാണെന്നറിയാമോ? ഇവിടെ ഒരു നിരയുണ്ട്. ആരെയാ? ഒന്നല്ലെങ്കിൽ മറ്റൊരു ദൈവദാസന്മാർ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവാലോചന സഭയോട് അറിയിക്കാൻ പ്രാഗൽഭ്യവും ധൈര്യവുമുള്ള ദൈവദാസന്മാർ നമുക്കുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. അതോട് ചേർത്ത് തന്നെ ഞാൻ പറയാം, ഞാനിപ്പോൾ ഈ ആമോസിന്റെ പുസ്തകം കുറെ നാളായിട്ട് പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യാം. I have used several resources. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ അങ്ങനെയാണെന്ന് ചിന്തിക്കില്ല. ഇതെല്ലാം ഞാൻ പലയിടത്ത് വായിച്ചും കേട്ടും പഠിച്ചും തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇതിൻ്റെ അകത്ത് ദൈവത്തിന് എന്താണ് ഇന്ന് പറയാനുള്ളതെന്നുള്ള ദൈവത്തിൻ്റെ ഒരു ആലോചനയാണ് പ്രസംഗത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തിനാണ് ഞാനത് പറയുന്നറിയോ? കേൾക്കാനിരിക്കുമ്പോഴും ആ ഗൗരവം നമുക്കുണ്ടാകണം. ഉഴപ്പി ഉറങ്ങി ആടി ഇരിക്കുന്ന അനുഭവങ്ങൾ മാറണം. കാരണം ഇത് ദൈവമാണ് സംസാരിക്കുന്നുള്ള ഗൗരവം നമ്മൾ വിട്ടുപോകരുത്. അറ്റ് ദ സെയിം ടൈം അതോടെ ചേർത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. പ്രവാചകന്റെ റോള് ദൈവത്തിൽ നിന്ന് കേട്ടത് താൻ പറയുകയാണെങ്കിൽ അതോടെ ചേർത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യം, യു ലുക്ക് അറ്റ് ദി അതോറിറ്റി ഓഫ് ദ പ്രോഫറ്റ്. ഈ പ്രവാചകന്റെ അധികാരം നിങ്ങൾ നോക്കിക്കേ. നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം പറയാം. താൻ ഇസ്രായേലിൽ ചെന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ കണ്ടപ്പം വിളിച്ചത് ഓർക്കുന്നുണ്ടോ? അയ്യോ സഹോദരിമാരെ, എന്ത് സ്നേഹത്തോടൊന്നും അല്ല, കർശനമായ താക്കീത്. ബാശാന്യ, ശമരിയ പർവ്വതത്തിലെ ബാശാന്യ, അയ്യോ അടി കിട്ടാതെ രക്ഷപ്പെട്ടത്
7-ാം അധ്യായത്തിലെ കാര്യത്തിൽ എവിടാണെന്നറിയോ? അവിടെ ആരാധന നടക്കുന്ന ആരാധന സ്ഥലത്ത് നിന്നിട്ട് പ്രവാചകൻ പറയാ ഇത് മൊത്തം നശിക്കും. അവിടുത്തെ പുരോഹിതൻ അങ്ങ് ഉടക്കി, ഏടോ പ്രവാചക സ്ഥലം വിട്ടോണം, വാക്കൊക്കെ അങ്ങ് മാറി. കർത്താവിന്റെ ദാസനെ വന്നതിൽ സന്തോഷം, സ്തോത്രം, പൊക്കോന്നല്ല, പെട്ടെന്ന് വണ്ടി വിട്ടോ. പക്ഷെ പ്രവാചകൻ ഭയന്നില്ല. തൻ്റെ മേൽ വ്യാപരിച്ച ഒരു അധികാരമുണ്ട്. അത് എവിടെ നിന്നാണെന്നറിയാമോ? ദി അതോറിറ്റി ഓഫ് ദ പ്രൊഫറ്റ് ഈസ് ഫ്രം ദ വൺ ഹൂ സ്പീക്സ് ത്രൂ ദ പ്രൊഫറ്റ്. പ്രവാചകന്റെ അധികാരം എവിടുന്നാ? പ്രവാചകനിലൂടെ സംസാരിക്കുന്നവന്റെ അധികാരമാ. അപ്പം പ്രസംഗിക്കുന്ന ആളുടെ അധികാരം എവിടുന്നോ? അല്ല, അവന്റെ പ്രസംഗം കണ്ടില്ല, ഇങ്ങനെയൊക്കെയാണ് അവൻ പറയുന്നത്. തോന്നിയിട്ടില്ലേ? പാസ്റ്ററിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ, പല ദേവദാസന്മാരുടെയും പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങനെ പറഞ്ഞത് ശരിയല്ല, എല്ലാം കൊള്ളായിരുന്നു, പക്ഷെ അങ്ങനെ. ദി അതോറിറ്റി എവിടെ നിന്നാണെന്നറിയാമോ? പ്രസംഗിക്കാൻ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. എൻ്റെ സാക്ഷി ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. എന്നെ ആദ്യമായിട്ടൊരു യൂത്ത് മീറ്റിങ്ങിന് വിളിക്കുന്നത് ഇവരെല്ലാം കൂടെ ചേർന്ന് ഓർഗനൈസ് ചെയ്തൊരു മീറ്റിങ്ങാണ്. എൻ്റെ ചേട്ടനും ഉണ്ട്, ഇവരും ഉണ്ട്. അപ്പൊ ഗസ്റ്റായിട്ട് വേറൊരു പാസ്റ്റർ ഉണ്ട്, കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഞാൻ ചേട്ടനോട് നേരത്തെ പറഞ്ഞു, ഒരു കാരണവശാൽ എന്നെ 5 മിനിറ്റ് പ്രസംഗിക്കാൻ വിളിക്കരുത്. ചേട്ടൻ ആ അഭ്യർത്ഥന മാനിച്ച് എന്നോട് സമ്മാനദാനം മാത്രം എന്തോ കൊടുക്കാനുള്ളത്, ഗിഫ്റ്റ്, അത് ദേവദാസം കൊടുക്കണം. ഞാൻ അത് മാത്രം കൊടുത്ത് ഇരുന്നു. പിറ്റേ ദിവസം എനിക്ക് 3 ദിവസത്തെ പരിപാടിയാണ്. പിറ്റേ ദിവസം എനിക്ക് മനസ്സിലായി, നിന്നാലിത് എനിക്ക് പ്രസംഗിക്കാതെ പോകാൻ പറ്റത്തില്ലെന്നാണ്. ഞാൻ സത്യത്തിൽ ആ മീറ്റിങ്ങിന് പോയില്ല. സത്യം, സെക്കൻഡ് ഡേ ഞാൻ വന്നില്ല. 3rd ഡേ, അതായത് ഞായറാഴ്ച തീരുന്നത്. ഞായറാഴ്ച പിന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഞായറാഴ്ച പിന്നെ ഒരു വിധത്തിൽ ഞാൻ ചെന്ന് പോയ ദേവദാസൻ, നമ്മളെ സുഹൃത്തെ, ഞാൻ പറഞ്ഞ ഒരു 5 മിനിറ്റ് മതി, 5 മിനിറ്റ്. ഞാനൊരു 5 മിനിറ്റിൽ എല്ലാവർക്കും ഒരു ഗ്രീറ്റിംഗ് പറഞ്ഞു. അപ്പോഴേ ദാറ്റ് ഈസ് വാട്ട് ഐ ഡിഡ്. ഇപ്പം പ്രസംഗിക്കും ഭയങ്കര ധൈര്യത്തിലാണ്, നോട്ട് അറ്റ് ഓൾ. പക്ഷെ യു നോ വാട്ട്, ഐ സെൻസ് ദ ലോർഡ് മൂവിങ് ആസ് ഐ മിനിസ്റ്റർ. ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഇന്ന് വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ ഐ നോ വാട്ട് ദ ലോർഡ് ഹാസ് സ്പോക്കൺ ടു മീ. ദാറ്റ് ഈസ് റിയൽ. അതുള്ളതാ. ദൈവം സംസാരിച്ചത് കൊണ്ടാണ് സത്യത്തിൽ എല്ലാവരും ഇത് എല്ലാവരുടെയും സാക്ഷ്യമാണ്. ഇവിടെ ഇരിക്കുന്ന പ്രസംഗിക്കുന്ന ആരോട് വേണേലും ചോദിച്ചോ. ഇതിന്റെ പുറകിലത്തെ ബാക്കിംഗ്, കൂടെ നിൽക്കുന്ന ഒരാള്, നമ്മളിലൂടെ സംസാരിക്കുന്ന ഒരാളുടെ അധികാരമാണ് വ്യാപരിക്കുന്നത്. പരസ്യ സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാരിവിടെ ഉണ്ട്. ഇപ്പോഴും പറഞ്ഞല്ലോ, പബ്ലിക്കായിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ വാക്കുകൾ എങ്ങനെ ഒഴുക്കിന് വരുന്നേ. മലയാളം ശരിക്കും വായിക്കാൻ അറിയാത്തവരാ ഇവിടുത്തെ മിക്ക ദേവദാസന്മാരും. രാവിലെ സണ്ണി പാസ്റ്റൊക്കെ കഷ്ടപ്പെട്ടു. ഞാൻ സത്യത്തിൽ വായിക്കാൻ ശ്രമിക്കാറില്ല, ആർക്കെങ്കിലും കൊടുക്കുക. കഷ്ടപ്പെടുന്നവരാ ഇവിടെ ഉള്ളത്. പക്ഷെങ്കിൽ കയറി നിൽക്കുമ്പോൾ ഒഴുക്കിന് അടുക്കിന് ദൈവാലോചന വരാൻ കാരണം എന്താ? അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അധികാരം തന്നത് സംസാരിക്കുന്നവനാ. നമ്മളിലൂടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ഗർജനമുണ്ട്. ഡിസ്കറേജ്ഡ് ആയിട്ട് പോകാം. കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ തെറിവിളി ഉണ്ടാകാം, കളിയാക്കലുണ്ടാകാം. ഇറ്റ് ഈസ് കോമൺ. ഇത് നമ്മുടെ അടുത്തുള്ളവർ പറയുന്ന കാര്യമാണ്. പുറത്തൊരാൾ പറഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അറ്റാക്കും അബ്യൂസും ഇതെല്ലാം വരുമ്പോൾ ഹൗ ഡു യു ഫേസ് ഇറ്റ്? എവിടുന്നാ ഈ ധൈര്യം വന്നേ? ഇപ്പൊ പറഞ്ഞല്ലോ, തൻ്റെ ഇടമല്ല, പക്ഷെ സത്യത്തിൽ പേടിത്തൊണ്ടന്മാരായല്ലോ. പക്ഷെ അപ്പോൾ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. അത് ഈ വചനം തന്ന, ആലോചന തന്ന ദൈവത്തിന്റെ ശക്തിയിലുള്ള ആശ്രയമാണ്. The authority for the preacher or the prophet is the authority from above. ഇനിയും വളരെ പെട്ടെന്ന് ഈ 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാം. 1-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. 2-ാം വാക്യത്തിൽ യഹോവയായ ദൈവത്തെ ഗർജിക്കുന്ന ഒരു സിംഹവുമായിട്ട് കമ്പയർ ചെയ്യാം. സിംഹം ഗർജിക്കുന്നത് ഇരയെ പിടിക്കാൻ വേണ്ടിയാണ്. ഇനിയും ഈ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വരെ ഈ സിംഹത്തിന്റെ ഇരകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? 2-ാം വാക്യത്തിൽ സിംഹം ഗർജിക്കുന്നു. ദാറ്റ് മീൻസ് ഒരു ഇരയെ കണ്ടിട്ടുണ്ട്, അതിനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യും. അതിന്റെ മേലിപ്പോൾ സിംഹം കടിച്ച് അതിനെ നശിപ്പിക്കും. ആ ഇരകൾ ഏതൊക്കെയാണെന്നാണ് 3-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നത്. 3-ാം വാക്യം മുതൽ നോക്കണമേ. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കാം.
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആ. ദമ്മേശേക്കിന്റെ 3-4 അതിക്രമം നിമിത്തം അവർ ഗിലെയാദിനെ ഇരുമ്പു മെതിവണ്ടി കൊണ്ട് മെതിച്ചിരക്കിയാൽ തന്നെ. അത് ഏത് രാജ്യത്തെ പറ്റിയാ പറയുന്നത്? ദമ്മേശ്. ദമ്മശേക്ക്. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഞാൻ ആ ടെക്സ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. മറ്റുള്ള പ്രവചന പുസ്തകങ്ങൾ വായിച്ചാൽ, ഉദാഹരണത്തിന് യെരമ്യാ പ്രവാചകന്റെ പുസ്തകമോ അല്ലെങ്കിൽ എസെക്കേൽ പ്രവാചകന്റെ പുസ്തകമോ, ഇങ്ങനെയുള്ള പ്രവചന പുസ്തകങ്ങൾ വായിച്ചാൽ അവിടെ കാണുന്ന ഒരു ഓർഡർ, ഒരു പാറ്റേൺ ഉണ്ട്. പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആദ്യമേ പ്രവചനം ഇസ്രായേലിനോട് പറയും, സ്വന്തം ജനത്തോട് പറയും. അവരോട് പറഞ്ഞതിന് ശേഷം ഇസ്രായേലിന് ചുറ്റുമുള്ള മറ്റ് ജാതികളോട് പ്രവചനം പറയും. ഉദാഹരണം, യെരമ്യാ പ്രവചന പുസ്തകം എടുത്താൽ ഒരു 40-45 അധ്യായം വരെ ഇസ്രായേലിനോടാണ് ദൂത്, യഹൂദനോടാണ്, സ്വന്തം ജനത്തോടാണ് ആലോചന. അത് കഴിയുമ്പോൾ ഈജിപ്റ്റ്, മറ്റ് രാജ്യങ്ങളോടുള്ള ആലോചന തുടങ്ങും. അങ്ങനെയാണ് സാധാരണ എസെക്കേലും യെരമ്യാവിലും എല്ലാം കാണുന്നത്. പക്ഷെങ്കിൽ ഇവിടെ ഒന്നാമത് തന്നെ ആലോചന ആരോടാ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയോ. പ്രവാചകൻ ആമോസ് ഇസ്രായേലിൽ ചെന്നിട്ട് ആരോട് ദൂത് പറയുക? ദമ്മശേക്ക് മാത്രം ഒരു 7-8 പേരോട് ദൂത് പറഞ്ഞു, അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ അവിടെ നിന്ന് ആക്ച്വലി പ്രവാചകൻ ഒരു കാര്യം അവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. വാട്ട് ഈസ് ട്രൈങ് ടു ഡു? അതിന്റെ കാരണം എന്തുവെന്നറിയോ? ഇതിന്റെ പർപ്പസ് എന്തുവെന്ന് ചോദിച്ചാൽ, ഈ ജനത്തോട്, അതായത് ദൈവത്തോട് ഉടമ്പടി ചെയ്ത സ്വന്തം ജനമാകുന്ന ഇസ്രായേലിനെ കാണിക്കുക. എന്തുവാണെന്നറിയാമോ? നിങ്ങളും മറ്റുള്ള ജാതികളോട് ചേർന്ന് ഈ ദൈവത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള തെളിവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ, ദമ്മശേക്കുകാരൻ പാപം ചെയ്തു, മോവാബ്യൻ പാപം ചെയ്തു, അമോനിയൻ, ഇങ്ങനെയുള്ള ജാതികളെല്ലാം പാപം ചെയ്തു. നിങ്ങളും എന്തോ ആയി? അവരെ പോലെ ആയി. There is no difference. ഇസ്രായേൽ ആയതുകൊണ്ട് ദൈവത്തിന്റെ ജനമായിട്ട് ഇപ്പൊ എന്തോ ഇല്ല, വേർതിരിവില്ല. അവരെ പോലെ അധപ്പതിച്ചു പോയി. എന്തോ അവിടെ നമ്മൾ പഠിക്കണ്ടേ? അതിനേക്കാളും ശ്രേഷ്ഠമേറിയ ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് ആര്? നമ്മള്. പക്ഷെ ഇപ്പോൾ എന്തുവാ സംഭവിക്കുന്നേ? സ്ലോലി പതിയെ ഇപ്പൊ എന്തോ ഇല്ല, ലോകവും സഭയും തമ്മിലുള്ള അതിരെന്തോ ചെയ്യാനാ ശ്രമിക്കുന്നേ? ബ്രിങ് ഇറ്റ് ഡൗൺ. ലോകം സഭയിലേക്ക് കടന്നു കൂടുന്ന ഒരു സമയമായത്. കൊരിന്ത്യ സഭയെ പറ്റി ഒരിക്കൽ പൗലോസ് പറയുന്ന 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ജാതികളുടെ ഇടയിൽ ഇല്ലാത്തത് എവിടെ ഉണ്ട്? അധപ്പതനം കണ്ടോ സഭയുടെ? ഇന്നും ലോകത്തിന്റെ സിസ്റ്റം പലതും സഭയിലേക്ക് കടന്നുകൂടുക. ഈ സെക്യുലർ രാഷ്ട്രീയത്തെ തോൽപ്പിക്കുന്ന പോലത്തെ രാഷ്ട്രീയം എവിടെ ഉണ്ട്? ദൈവസഭയിൽ നടത്തി അതിന്റെ അധികാര സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നവർ എവിടാ? സിനിമാ താരങ്ങളെ വെല്ലുന്ന നിലയിൽ ശുശ്രൂഷകന്മാരായി തീരുന്ന ഒരു കാലഘട്ടം. ലോകത്തിന്റെ സിസ്റ്റം അതേപോലെ കോപ്പിയെടുത്ത് സഭയിൽ ആള് വരുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. എനിക്കൊന്ന് പോൾ വാഴ്സലാന്തോന്ന് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകക്കാരെ സഭയിലേക്ക് ആകർഷിക്കാൻ ലോകത്തിന്റെ കാര്യങ്ങൾ എടുത്താൽ അവരെ സഭയിൽ നിലനിർത്താൻ എന്തോ വേണമെന്നറിയോ? അതിനേക്കാളും ലൗകികമായ കാര്യങ്ങൾ ഉണ്ടല്ലേ നിലനിൽക്കത്തുള്ളൂ. We can attract people by carnal means, but to keep them in the church, അതിനേക്കാളും ലൗകികമാരായിട്ട് തീർന്നാലേ അവരെ നിൽക്കത്തുള്ളൂ. സഭയിൽ നിന്ന് അതല്ലേ കണ്ടുവരുന്നത്. നമുക്ക് കുറച്ചും കൂടെ അവരെ പോലായാൽ ചിലപ്പോൾ നമുക്ക് എന്തോ ആവും, കുറച്ചുകൂടെ ആള് വരുമായിരിക്കും. നമുക്ക് ഇവരെ പോലായാൽ നമ്മൾ സൂക്ഷിക്കണം. കർത്താവിന്റെ മണവാട്ടിയെ ലോകത്തിന്റെ സിസ്റ്റം കൊണ്ട് കളങ്കപ്പെടുത്താൻ ഉള്ളതല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ ദൈവസഭയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റൊരു സഭ പോലെ ആകാനല്ല. We need not copy things from somewhere else, but we need to stick to the vision that the Lord has given us. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദർശനത്തിന് വേണ്ടി നിൽക്കാൻ നമ്മൾ തയ്യാറാവണം. We don't need more people. We need people who stick with the foundation. ബേസിക്സിൽ ദൈവം തന്നിരിക്കുന്ന ദർശനത്തിൽ നിൽക്കുന്നവരെയാണ് ദൈവസഭയ്ക്ക് വേണ്ടത്. ഒരു പരിധിക്കപ്പുറത്ത്
ആളുകളെയാട്ട് വ്യക്തികളെയാട്ട് പ്രൊമോട്ട് ചെയ്തത് കൊണ്ട് സഭയുടെ നാഥനാകുന്ന ക്രിസ്തുവിൽ നിന്ന് ശ്രദ്ധയെ മാറ്റുന്ന യാതൊരു സിസ്റ്റവും ദൈവസഭയ്ക്ക് ചേർന്നതല്ല. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് കർത്താവിന് വേണ്ടി വിശുദ്ധരായി നിൽക്കാൻ ഈ തലമുറയിൽ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുക. Let the system of the world not influence us. Let there be a difference. ഇസ്രായേൽ നോക്കുമ്പം ദമ്മശേക്കുകാരനും മോവാബും ആമോരും ഇവരെല്ലാം ഒരേപോലായി. നിയമമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെങ്കിൽ വ്യത്യാസമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം നമ്മളുടെ മുമ്പിൽ കടന്നു വരുമ്പോഴും നമ്മൾ കാലഘട്ടത്തിൽ കവിഞ്ഞു ഒഴുകി വരുന്ന ലോകത്തിന്റെ സിസ്റ്റത്തിൽ പിടിക്കപ്പെടാതെ കർത്താവിന് വേണ്ടി നിൽക്കാൻ നാം തയ്യാറാവണം. നോക്കണം, ഈ 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1-ാം അധ്യായത്തിൽ അതിൻ്റെ 3 മുതൽ ഞാനിപ്പോൾ പറഞ്ഞ ഒരു 2-ാം അധ്യായത്തിൻ്റെ 16 വരെയുള്ള വാക്യങ്ങളിൽ ഒരു 8 ജാതികൾ, 8 നേഷൻസിൻ്റെ മേലുള്ള ജഡ്ജ്മെന്റ് കാണാൻ പറ്റും. എല്ലാവരും ടെക്സ്റ്റ് ബൈബിൾ എടുത്തോ? എല്ലാവരും ബൈബിൾ എടുത്തിട്ട് ഇതേതൊക്കെയാ 8 രാജ്യങ്ങളെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഒന്ന് നോക്കാമോ? വളരെ പെട്ടെന്നൊന്ന് നോക്കിക്കേ. ഈ 8 പേര് ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് 3-ാം വാക്യത്തിൽ വായിച്ചത്. അതേതാ? ദമ്മശേക്കുകാരൻ ചെയ്യുന്നത് എന്തുവാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കാം. ഗിലെയാദിനെ ഇരുമ്പ് മെതി വണ്ടി കൊണ്ട് തന്നെ മെതിച്ചിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല എന്ന് പറഞ്ഞ കൊടിയ ആക്രമണമാണ്. മനുഷ്യരെ മെതിച്ചു കളയും, ഇരുമ്പ് കൊണ്ട് മെതിച്ചു കളയെന്ന് പറഞ്ഞ തകർത്ത് ഉന്മൂലന നാശം, ടോട്ടൽ ഡിസ്ട്രക്ഷൻ വരുത്തുകയാണ് ദമ്മശേക്കുകാരൻ. നോക്കണം, അടുത്ത രാജ്യം ഏതാ നോക്കിക്കേ. ഗസ 6-ാം വാക്യത്തിൽ പറയുന്ന ആരാണ്? ഗസയുടെ 3-4 അതിക്രമം നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. അവരെന്തോ ചെയ്തതെന്ന് കണ്ടോ? ബദ്ധന്മാരെ എന്തോ ചെയ്തു? ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ബദ്ധന്മാരെ അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. യുദ്ധം ചെയ്തു, തോറ്റ ജനത്തെ, മനുഷ്യരെ സാധനങ്ങൾ പോലെ വാങ്ങിച്ച് പിടിച്ചോണ്ട് പോയി മറ്റൊരു രാജ്യത്തിന് എന്തോ ചെയ്യുക? വിറ്റ് കളയുക. മനുഷ്യന് കൊടുക്കേണ്ട വാല്യൂ ഇല്ലാതെ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നത് പോലെ തോൽപ്പിച്ച രാജ്യത്തിലെ ജനത്തെ ബന്ദികളാക്കിക്കൊണ്ട്, ക്യാപ്റ്റീവ്സ് ആക്കിക്കൊണ്ട് വിറ്റുകളയുന്ന ഒരു രാജ്യമാണ് ഗസ. ഗസ എന്ന് പറഞ്ഞാൽ ഫെലിസ്തീയ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ്. നോക്കി അടുത്ത രാജ്യം. 9-ാം വാക്യം ആരെ പറ്റിയ? സോരിന്റെ 3-4 അതിക്രമം നിമിത്തം അവർ സഹോദര സഖ്യത ഓർക്കാതെ ബദ്ധന്മാരെ ആസകലം ഏദോമിനെ ഏൽപ്പിച്ച് കളഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവര് ചെയ്ത കാര്യം എന്തോ? ട്രീറ്റി എന്തോ ഉണ്ടായിരുന്നു, ഒരു സഖ്യ കരാറോ എന്തോ വായിക്കുന്ന മലയാളത്തിൽ? സഹോദര സഖ്യത ഓർക്കാതെ. സഹോദര സഖ്യത, ഒരു ട്രീറ്റി ഉണ്ടാക്കി. നമ്മൾ സഹോദരന്മാരാണെന്ന് പറഞ്ഞിട്ട് ട്രീറ്റി ഉണ്ടാക്കി. പക്ഷെ ഈ ട്രീറ്റിയെ തകിടം മറിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ആൾക്കാരെ വീണ്ടും നശിപ്പിക്കുവാൻ വേണ്ടി അവര് പോയി. എന്ന് പറഞ്ഞാൽ സോറ് ആൾക്കാർ ചെയ്ത് ട്രീറ്റി അവരെ നശിപ്പിച്ചു. അടുത്ത വാക്യം നോക്കി. അടുത്ത ആരാണ്? 11-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഏദോമിന്റെ 3-4 അതിക്രമം നിമിത്തം അവൻ തന്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്നു. അപ്പൊ അടുത്തത് ഏദോമാണ്. അത് എത്രാമത്തെയാണ്? 4-ാമത്തെയാണ് ഏദോം. ഏദോം എന്തോ ചെയ്തേ? സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്ന് തന്റെ കോപം സദാകാലം കടിച്ചു കീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളയുകയും ദ്വേഷ്യം സദാകാലം വെച്ചുകൊള്ളുകയും ചെയ്തിരിക്കുകയാൽ. ഈ ഏദോം എന്ന് പറയുന്നത് യാക്കോബിന്റെ സഹോദരനായ ഏശാവിന്റെ വംശത്തിലുള്ളവരാ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇസ്രായേൽ സത്യത്തിൽ പറഞ്ഞു വരുമ്പോ ഏദോമിന്റെ ആരാ? സഹോദരനാ. പക്ഷെങ്കിൽ ഈ സഹോദരനെ ഇവരെന്ത് ചെയ്യുക? വാളുകൊണ്ട് പിന്തുടർന്ന് നശിപ്പിക്കാൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങൾ കൂടെ ഇവർ ചേർന്ന്. ഏതോ അടുത്ത രാജ്യം നോക്കിക്കേ. 13-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അമ്മോന്യരുടെ 3-4 അതിക്രമം നിമിത്തം അവർ തങ്ങളുടെ അതിർ വിസ്താരമാക്കേണ്ടതിന് ഗിലെയാദിലെ ഗർഭിണികളെ പിളർന്നു കളഞ്ഞിരിക്കയാൽ
ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. അടുത്തത് അമ്മോന്യർ. അവരെന്തുവാ ചെയ്തത്? അവർക്ക് കൂടുതൽ പണം, കൂടുതൽ അധികാരം വേണം. ബൗണ്ടറികളെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി മറ്റുള്ള രാജ്യത്തിലെ ആൾക്കാരെ നശിപ്പിച്ച് ആർത്തി തീരുന്നില്ല. ഗ്രീഡി ഫോർ മോർ മണി ആൻഡ് പവർ. അവരെ പറ്റി ദൈവം പറയാം, അവരെയും എന്തോ ചെയ്യും? ന്യായം വിധിക്കും. അടുത്തത് ആരാ നോക്കിക്കേ. മോവാബിന്റെ 3-4 അതിക്രമം നിമിത്തം ആ അവൻ ഏദോം രാജാവിന്റെ അസ്ഥികളെ ചുട്ട് ആ. കുമ്മായമാക്കി കളഞ്ഞിരിക്കയാൽ ഓ, തന്നെ. അടുത്തത് ഏദോമാണ്. ഏദോം അല്ല, മോവാബാണ്. മോവാബ് ചെയ്തത് എന്തോ അറിയോ? ഏദോമിലെ രാജാവിനെ പിടിച്ചിട്ട്, വായിച്ചാ വാക്യം, ഏദോം രാജാവിന്റെ അസ്ഥികളെ ചുട്ട് കുമ്മായമാക്കി കളഞ്ഞിരിക്കയാൽ തന്നെ. മനസ്സിലായോ? ആളെ കൊന്നിട്ട് മരിച്ച ആളുടെ ശവത്തെ പോലും വിടാതെ അസ്ഥിയെ വരെ നശിപ്പിച്ചു കളഞ്ഞു. അവരുടെ ആ ക്രൂരതയാണ് അവിടെ കാണേണ്ടത്. ദ ഹൈറ്റ്സ് ഓഫ് ദിയർ ക്രൂവാലിറ്റി. ഇതാര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. ഇതിനെല്ലാം ഞാൻ പകരം ചോദിക്കുമെന്നാണ് ദൈവം പറയുന്നത്. നോക്കിക്കേ, അതിന്റെ 3-ാം വാക്യം നോക്കിക്കേ. ഐ വിൽ ഡിസ്ട്രോയ് ഹർ റൂളർ. ഞാൻ ന്യായാധിപതിയെ അതിന്റെ നടുവിൽ നിന്ന് ഛേദിച്ച് അതിന്റെ സകല പ്രഭുക്കന്മാരെയും അവനോട് കൂടെ കൊല്ലും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പൊ ഈ 6 രാജ്യങ്ങളോട് അവര് ചെയ്ത ക്രൂരത കണ്ട്, അവർ ചെയ്തു കൂട്ടിയ തിന്മ കണ്ടിട്ട് പ്രവാചകൻ ദൈവത്തിന്റെ ആലോചന പറയാ, എന്തോ വരും? തീ ദൈവം അയക്കും. അവിടുത്തെ അധികാരികളെ, രാജാക്കന്മാരെ, റൂളേഴ്സിനെ ദൈവം മാറ്റിക്കളയുമെന്ന് ആലോചന പറയാം. ഈ 6 രാജ്യങ്ങളോട് പറഞ്ഞതിന് ശേഷം അടുത്ത 2 രാജ്യങ്ങൾ, അതാരാണ്? യഹൂദനും ഇസ്രായേലും. നോക്കിക്കേ, അതിന്റെ 4-ാം വാക്യം നോക്കിക്കേ. 2-ന്റെ 4-ാം വാക്യം. യഹൂദായുടെ 3-4 അതിക്രമം നിമിത്തം അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ ഇരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യഹൂദനെ ദൈവം ശിക്ഷ വിധിക്കും. കാരണം എന്തോ ചെയ്തു? ന്യായപ്രമാണത്തെ ഇവര് തള്ളിക്കളഞ്ഞു. അതിനുശേഷം അവസാനമായിട്ട് 8-ാമത്തെ രാജ്യം, അത് ഇസ്രായേലാണ്. അതായത് ആമോസ് ചെന്ന രാജ്യം. അവരോടാണ് പ്രവാചകൻ അവസാനമായിട്ട് തിരിഞ്ഞിട്ട് പറയാ. നോക്കി 6-ാം വാക്യം. ഇസ്രായേലിന്റെ 3-4 അതിക്രമം നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിനും വിറ്റ് കളഞ്ഞിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ. ആ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ നോക്കാം, സമയം അവസാനത്തിലേക്ക് വരുന്നത് കൊണ്ട്. ശ്രദ്ധിക്കുക. ഇപ്പൊ ഇത്രയും കാര്യം പറഞ്ഞപ്പോ എന്തുവാ ഏതാന്നൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഡിസ്ട്രാക്റ്റഡ് ആയി. കാരണം ഒരു കത്തി വരുമായിരുന്നു, പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത വരും. അത് കുഴപ്പമില്ല, അങ്ങനെയാണ് വായിക്കുമ്പോൾ. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ള കാര്യമല്ലേ, ഇല്ലാത്തത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. പ്രസക്തമായ ഭാഗം മേ ബി ഇന്ന് ഞാൻ പറയത്തില്ലായിരിക്കും, ദാറ്റ്സ് ഓക്കെ. ബട്ട് സ്റ്റിൽ ലിസൺ കെയർഫുള്ളി. ദൈവം പറയാ, ഇസ്രായേൽ പ്രവാചകൻ ചെന്നിട്ട് അവരുടെ ചുറ്റുമുള്ള ഓരോ രാജ്യങ്ങളെ കണ്ടിട്ട് പറയാം, എന്തോ ചെയ്യും? നിങ്ങൾ ചെയ്തത് ആര് കണ്ടു? ദൈവം കണ്ടു. നിങ്ങളുടെ ക്രൂരത നിങ്ങൾ ചെയ്തേക്കുന്നത് കണ്ടു. ദൈവം അതിന് പകരം. അവസാനം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യഹൂദനും ഇസ്രായേലും വരെ ഞങ്ങൾക്ക് എന്തോ ഇല്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്നാണ് ഇവർ ചിന്തിച്ചത്. പക്ഷെ അവസാനം പ്രവാചകൻ ഇവരുടെ എതിരെയും ദൂത് പറയാൻ, നിങ്ങൾ ചെയ്തത് യഹോവയുടെ ന്യായപ്രമാണം ഉണ്ടായിട്ട് അത് തള്ളിക്കളഞ്ഞു. ഇസ്രായേലിനോട് പറയാം, നിങ്ങളുടെ സമൂഹത്തിൽ തിന്മ വർദ്ധിച്ചിരിക്കുക. ഞാൻ ഈ ഭാഗത്തു നിന്ന് ഒരു 2 കാര്യം പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. മറ്റൊരു അവസരത്തിൽ നമുക്ക് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ ചിന്തിക്കണം. ആ ഭാഗം വിട്ടിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് 2 കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഇതൊരു നിങ്ങളുടെ ഒരു എൻകറേജ്മെന്റിന് വേണ്ടി ഞാൻ പറയാം. ഇത് നമ്മുടെ ഉള്ളിൽ ഇരിക്കണം. ഈ ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ ഓരോ രാജ്യങ്ങളോട് ദൈവം ഇങ്ങനെ ദൂത് പറയാം. ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളാണ്, ഇവരെല്ലാം ദൈവം ന്യായം വിധിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാചകൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ജനത്തിന് അല്ലെങ്കിൽ വായിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനപ്പെട്ട കാര്യം, ഗോഡ് ഈസ് ദ ഗോഡ് ഓവർ ഓൾ നേഷൻസ്. നാം ആരാധിക്കുന്ന ദൈവം എല്ലാ രാജ്യങ്ങളുടെ മേലും അധികാരമുള്ളവനാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. പറയാൻ കാരണമുണ്ട്. ടെറിറ്റോറിയൽ ഗോഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അമോര്യരുടെ ദൈവത്തിന് എവിടെയുള്ളൂ ശക്തി? അവരുടെ ആ ടെറിട്ടറിയിൽ മാത്രമേ ഉള്ളൂ.
അപ്പൊ അങ്ങനെ പ്രാദേശിക ദൈവങ്ങൾ, ഓരോ സ്ഥലത്തിൽ ശക്തിയുള്ള അവരുടെ ദൈവങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പ്രവാചകൻ പറയുന്ന ദൈവം ഈ ഉള്ള സകല ജാതികളുടെ മേലും എന്തോ ഉള്ളതാ? അധികാരമുള്ള ദൈവമാണ്. അധികാരമുള്ള ദൈവമാണെന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളെയെല്ലാം അടക്കി ഭരിക്കുന്ന ന്യായാധിപന്മാർ കാണും, പക്ഷെ അതിൻ്റെ മേളിൽ അധികാരമുള്ള ഒരാളുണ്ട്. എല്ലാ രാജാക്കന്മാരുടെ മേളിൽ അധികാരമുള്ളവൻ. അതുകൊണ്ടല്ലേ പറയുന്നേ, എന്താ, രാജാക്കന്മാരെ ആര് വാഴിക്കുന്നു? തനിക്ക് ഇഷ്ടമുള്ളതുപോലെ വാഴിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ള എന്താ ആലോചന കൂടാതെ അവൻ മാറ്റുന്നു. രാജാവിന്റെ മനസ്സ് ദൈവത്തിന്റെ മുമ്പിൽ നീർത്തോട് കണക്കെ കിടക്കുന്നു. തനിക്ക് ബോധിച്ചിടത്തേക്ക് അത് തിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്ക് അതിലൊരു ആശ്വാസമുണ്ട്. എന്തുവാണെന്നറിയാമോ? ഈ കാലത്തിന്റെ പോക്ക് അത്ര നല്ലതല്ല. സഭയ്ക്കെതിരെ നിയമത്തിന്റെ കുരുക്കുകൾ വർദ്ധിച്ചു വരികയാണ്. നമ്മൾ വിചാരിക്കും നമുക്കിവിടെ വലിയ കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലും ഒരു പാസ്റ്റർ ആരാധന കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നടന്ന സംഭവമല്ലേ ഇത് ഗുരുതരമായിക്കൊണ്ടേയിരിക്കും. നിയമത്തിന്റെ പ്രശ്നങ്ങൾ കഠിനമായിക്കൊണ്ടേയിരിക്കാം. പക്ഷെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഇവിടെ ഭരിക്കുന്ന ന്യായകർത്താക്കന്മാരുടെ മേളിൽ അധികാരമുള്ള ഒരു ന്യായാധിപതി നമുക്കുണ്ട്. There is someone who is superior than the rulers of this world. അതോടെ ചേർത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ചില വ്യക്തികളോട്, ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നമ്മൾ ചില നിയമക്കുരുക്കുകളിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നിയമപരമായി നമുക്ക് അനുകൂലമായിട്ടാണ് കിട്ടണ്ടേ. നമ്മൾ ഒരു വട്ടം പോയി, 2 വട്ടം പോയി, പുറകെ പോയിട്ടൊന്നും നമുക്ക് കാര്യം സാധിക്കുന്നില്ല. We are fed up, we are discouraged. അധികാരികളിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുക. We need to know, ഈ അധികാരിയെ അധികാരസ്ഥാനത്താക്കിയ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ഇവർക്കെതിരെയല്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ബിക്കോസ് ഇതിന്റെ മേളിൽ അധികാരം ആർക്കുണ്ട്? There is a God who rules over them. നമുക്കെതിരെ പ്രശ്നങ്ങൾ വർദ്ധിച്ചാൽ we are not afraid because God is in charge. God is on the throne. അവൻ അധികാരത്തിൽ ഉണ്ട്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. സെക്കൻഡ് തിങ്, നമ്മൾ ഈ രാജ്യങ്ങളുടെ പല രാജ്യങ്ങളോടുള്ള ന്യായവിധി കാണുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ദൈവത്തിനാണ് സകലത്തിനും മീതെ, സകല രാജ്യത്തിനും മീതെ അധികാരമുള്ളത്. രണ്ടാമതായിട്ട് ഈ വായിച്ച വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന മറ്റൊരു ആശയം, God is the God of the oppressed. അടിച്ചമർത്തപ്പെട്ടവരുടെ ദൈവമായിട്ടാണ് ദൈവം ഇവിടെ വെളിപ്പെടുന്നത്. 1-2 വാക്യം ഒന്നെടുക്കാമോ? ഇപ്പം നമ്മൾ വായിച്ചെടുത്ത് തന്നെ. ലുക്ക് അറ്റ് വേഴ്സ് 3. നമ്മൾ വായിച്ച വാക്യം 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, 1-ാം അധ്യായം 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിക്കാം. അവർ ഗിലെയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചിരിക്കയാൽ തന്നെ. ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് എന്താ ചെയ്യുക? അപ്പോൾ ഈ മെതിക്കപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ദേ ആർ ഹെൽപ്ലെസ്. ഒരു സഹായം അല്ലെ അവർക്കൊന്ന് ചെറുത്ത് നിൽക്കാൻ പോലും പറ്റത്തില്ല. കാരണം എതിരെ വന്നിരിക്കുന്നത് ആരാ? വളരെ ശക്തിയുള്ള ഒരു രാജ്യമാണ്. ദർ ഇസ് നത്തിങ് ടു ഡു. ഇനി നോക്കിക്കുക അതിന്റെ 13-ാം വാക്യം. മറ്റൊരു രാജ്യത്തോടുള്ള ബന്ധമില്ല. 13-ാം വാക്യം നോക്കിക്കുക. അവർ തങ്ങളുടെ അതിർ വിസ്താരമാക്കേണ്ടതിന് ഗിലെയാദിലെ ഗർഭിണികളെ പിളർന്ന് കളഞ്ഞിരിക്കയാൽ. എന്തുവാ ചെയ്തേ? ഗർഭിണികളുടെ വയറ് പിളർന്ന് തലമുറകളെ നശിപ്പിച്ച് കളയാ. ഗർഭിണികൾക്ക് സ്വയമായിട്ട് ഒരു യുദ്ധത്തിന് പോകാനുള്ള ബലം ഉണ്ടോ? ദേ ആർ ഹെൽപ്ലെസ്. അങ്ങനെയുള്ളവരെ തിരഞ്ഞു പിടിച്ച് ആരക്രമിച്ചു? ഈ രാജാക്കന്മാർ ആക്രമിച്ചു. പക്ഷെ ദൈവം ആർക്ക് വേണ്ടി വെളിപ്പെടുക? ഈ തകർക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുന്ന ഇവിടെ നമ്മൾ കാണുന്നത്. അവിടെ തീരുന്നില്ല. നോക്കിക്കേ, 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ കണ്ടല്ലോ. ഏദോമിലെ രാജാവിനെ പിടിച്ച് കൊന്നിട്ട് അസ്ഥി എന്തോ ചെയ്തു? ഈ മരിച്ചു കിടക്കുന്ന ശവം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ദാറ്റ് ഈസ് ഹെൽപ്ലെസ്. അതിനൊന്നും ചെയ്യാനില്ല. പക്ഷെ അതിനും കണക്കാര് ചോദിക്കുക? ദൈവം കണക്ക് ചോദിക്കുക. അവിടെയും തീരുന്നില്ല. നോക്കിക്കേ, 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നോക്കിക്കേ.
അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാൺമാൻ കാംക്ഷിക്കുകയും ആ സാധുക്കളുടെ വഴി മറച്ചു കളയുകയും ചെയ്യുന്നു. ആ എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാവാൻ തക്കവണ്ണം ആ ഒരു പുരുഷനും അവന്റെ അപ്പനും ആ ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു. ആ വാക്യത്തിൽ കണ്ടായിരുന്നു എളിയവൻ, സാധു, കണ്ടായിരുന്ന വാക്കുകൾ. ഇവർക്ക് വേണ്ടിയാണ് ആര് വരുന്നത് എന്ന് പറഞ്ഞാൽ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പ്രവാചകൻ പറയാ, യെരൂശലേമിൽ നിന്ന് സിംഹം ഗർജിക്കുന്നു. ആർക്ക് വേണ്ടിയാ? ഫോർ ദ ഓപ്രസ്ഡ്. ജാതികളുടെ ഇടയിൽ തകർക്കപ്പെട്ട, മറ്റാരുടെയും സഹായമില്ലാതെ നശിപ്പിച്ചു കളഞ്ഞ, ശക്തന്മാർ എതിര് വന്ന പാവപ്പെട്ട എളിയവർക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി ഗർജിക്കുന്ന, ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് പറയുന്നത്. എന്തുവാ ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അറിയോ? ചില സമയത്ത് വി മേ ഫേസ് ദ സിമിലർ തിങ്. നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, ഇൻ ദ സെൻസ് നമ്മളെ തള്ളപ്പെട്ടു പോയ അല്ലെങ്കിൽ നിന്ദിച്ചു കള. ഇവിടെ തന്നെ ഞാൻ പറയട്ടെ, ഏദോമിനെ പറ്റി പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. സഹോദരനായിരുന്നു, പക്ഷെ സഹോദരനാണെന്ന് നോക്കാതെ എന്തോ ചെയ്തു, മറ്റുള്ളവരോട് ചേർന്ന് സ്വന്തം സഹോദരനെ. അയ്യോ, we may face that. വിശ്വാസത്തിൽ വന്നോണ്ടാകാം, നമ്മുടെ സ്വന്തം കുടുംബമായിരിക്കാം, പക്ഷെ ആർക്കെതിരെ തിരിയാ? നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ He's with you. നിങ്ങളോടൊപ്പമുള്ള ഒരു ദൈവമുണ്ട്, നിങ്ങളോടൊപ്പമുള്ള ദൈവമുണ്ട്. അല്ല, കരാറിൽ ഏർപ്പെട്ടു, കരാറ് പ്രകാരം നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്, ന്യായമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതാ. പക്ഷെ അതിനെ ലംഘിച്ച് നിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. The God, He is the God of the oppressed. യഹോവ പീഡിതന് ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. മനുഷ്യർ തള്ളിക്കളയുമ്പോൾ, മനുഷ്യർ മാറ്റി നിർത്തുമ്പോൾ, മനുഷ്യർ നിന്ദിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണണം. നിരാശപ്പെട്ടു പോകരുത്, മടുത്തു പോകരുത്. നമുക്ക് അനുകൂലമായി സംസാരിക്കാൻ ഒരു ദൈവമുണ്ട്. നമ്മൾ തിരിച്ചറിയണം. യെശയ്യാ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനുമെന്ന നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോട് കൂടെയും വസിക്കുന്നു. He is with the humble, He is with the poor, He is with the oppressed, He is with the rejected. തള്ളപ്പെട്ടവരോട് കൂടെ, നിന്ദിക്കപ്പെട്ടവരോട് കൂടെ ദൈവം ഇറങ്ങി വരും. നമ്മുടെ വേദന അവനറിയാം. He knows our pain, He understands our problem. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സമയത്ത് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം. ഞാൻ ഇന്ന് പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ആവർത്തിച്ചോട്ടെ. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ദൈവവചന ശുശ്രൂഷയോടുള്ള നമ്മുടെ മനോഭാവം, ദൈവവചന ശുശ്രൂഷയിൽ നമ്മൾ കാണേണ്ട ഗൗരവം. ഇതിൻ്റെ പുറകിൽ സംസാരിക്കുന്ന മനുഷ്യന്മാരിൽ കൂടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാതെ പോകരുത്. അത് ഓരോ തവണ, ഇപ്പം നാളെ രാവിലെ, നാളെ വൈകിട്ട്, ഞായറാഴ്ച ആകട്ടെ, ഏത് മീറ്റിംഗ് ആയിട്ട്, ബൈബിൾ സ്റ്റഡി ആവട്ടെ, ഡോണ്ട് സീ ഇറ്റ് ആസ് സണ്ണി പാസ്റ്ററിന്റെ ബൈബിൾ സ്റ്റഡി അല്ല, പാസ്റ്ററിന്റെ റോമാലേഖനമല്ല. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവരാണത് നയിക്കുന്നത്, ശരിയാ. പക്ഷെങ്കിൽ അതിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. അത് ദൈവത്തിന് നമ്മളോട് ആ ഒരു ഗൗരവം നമ്മൾ വിടല്ലേ. അതിൽ ദൈവത്തിന് എന്നോട് സംസാരിക്കാനുണ്ടെന്നുള്ള ഒരു മനോഭാവം നമുക്കുണ്ടോ? ആ ഒരു സീരിയസ്നെസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ നമുക്ക് താല്പര്യം കുറച്ചും കൂടി ഇത് എടുത്തോണ്ട് ഇറങ്ങിയാൽ, ഐ തിങ്ക് മേ ബി വി ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പീപ്പിൾ ഔട്ട്സൈഡ്. പുറത്തുള്ള ആ ഒരു സിസ്റ്റം പലരും ചെയ്യുന്നത് നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒന്ന് ഇറങ്ങി വന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് ഐ ഡോണ്ട് നോ, എനിക്കറിഞ്ഞൂടാ. ബട്ട് ലെറ്റ് us be serious about God's word being preached. ദൈവവചനത്തെ നമ്മൾ ഗൗരവത്തോടെ കാണാതെ പോകരുത്. 2 കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞത്.
രാജ്യങ്ങളുടെ മേൽ അധികാരമുള്ള ദൈവമാണ് നമ്മളുടെ രാജ്യത്തിൽ ഭരണകർത്താക്കന്മാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. സഭയ്ക്കെതിരെയാകട്ടെ, വ്യക്തികൾക്കെതിരെയാകട്ടെ, നിയമത്തിന്റെ പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് ആശ്രയിക്കാൻ ദൈവമുണ്ട് എന്നുള്ള ചിന്ത നമ്മൾ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈസ് വിത്ത് ദ ഒപ്രസ്ഡ്. നിങ്ങളെ ആരെങ്കിലും നിന്ദിച്ചോ, തള്ളിക്കളഞ്ഞോ, വിശ്വാസത്തിന്റെ പേരിലാകാം, മറ്റെന്തെങ്കിലും ആകാം, യു ബീൻ ഇഗ്നോർഡ്, യു ബീൻ റിജക്റ്റഡ്. ഇനി ഇവിടെ സത്യത്തിൽ വേറൊരു കാര്യം കൂടെ, വൺ മോർ തിങ് ലെറ്റ് മീ ടെൽ യു. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, മൂവാബിലെ ആൾക്കാർ ചെയ്ത ഒരു കാര്യം എന്താ പറയുക, രാജാവ് മരിച്ചപ്പോൾ രാജാവിൻ്റെ അസ്ഥി എന്താ ചെയ്യുക, സോ ദാറ്റ് എന്ന് പറഞ്ഞാൽ there are people who will celebrate your failure. നീ മാത്രമല്ല, നിന്റെ തലമുറ പോലും. അതുകൊണ്ടാണ് എങ്ങാണ് ഉയർത്തെഴുന്നേൽപ്പുണ്ടായാലോ അസ്ഥി പോലും അവൻ്റെ തലമുറ ഗുണം പിടിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ തള്ളിക്കളഞ്ഞാൽ that's okay because God is with you. നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഗർജിക്കുന്ന സിംഹം സിയോനിൽ നിന്ന്, യെരൂശലേമിൽ നിന്ന് നമുക്ക് അനുകൂലമായ ദൈവമുണ്ടെന്നുള്ള വിശ്വാസം നമ്മൾ കൈവിടാതിരിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മൾ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുന്നു.